ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. നല്ല ചിന്തകളും നല്ല കാഴ്ചകളും നല്ല പ്രവൃത്തികളും ഒക്കെയായി ഒരു നല്ല ദിവസമാവട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ രാവിലെ തുടങ്ങുകയാണ്. രാവിലെയിൽ ആദ്യം നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാം. ആദ്യം നാട്ടിൽ എന്തുണ്ട്? നാട്ടിൽ എന്തുണ്ട് തുടങ്ങുമ്പോൾ പക്ഷേ അത്ര ശുഭകരമായ കാര്യമല്ല. ഇന്നലെയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് ആശങ്കയുടെ വാർത്തകൾ തന്നെയാണ് ഇന്നും രാവിലെ വരുന്നത്. തുടർച്ചയായ 5-ാം ദിവസവും ആ ഭാഗത്ത് കടുവ ഇറങ്ങിയിരിക്കുന്നു. അമരക്കുനിക്കടുത്ത് തൂപ്രയിൽ ഒരാടിനെ കൂടി കടുവ പിടിച്ചു. പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് കടുവ കൊന്നത്. ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം 5ആയി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ലൈനിലുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ തുടർച്ചയായ 5-ാമത്തെ ദിവസവും നമ്മൾ എല്ലാ ദിവസവും രാവിലെ തുടങ്ങുമ്പോൾ ഇതേ കാഴ്ചകളും ഇതേ ആശങ്കയും ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. കുറച്ചുകൂടി സ്പെസിഫിക് ആയി ഒരു സ്ഥലത്ത് കടുവയുണ്ട് എന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോഴത്തെ തെരച്ചിൽ? തൂപ്ര ഭാഗത്താണ് ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. കഴിഞ്ഞ ദിവസം തൂപ്രയിൽ ഒരു ആടിനെ പിടിച്ചിരുന്നു. അതിനുശേഷം ഊട്ടിക്കവല എന്ന ഭാഗത്തേക്ക് നീങ്ങി. ഇന്നലെ ഏതാണ്ട് പകൽ മുഴുവൻ ഊട്ടിക്കവല ഭാഗത്താണ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയത്. എന്നാൽ പിന്നീട് അതിന്റെ ദിശ മാറുകയും അത് രാത്രി 11-ഓടുകൂടി വീണ്ടും തൂപ്ര അംഗൻവാടിയുടെ ഭാഗത്തേക്ക് എത്തുകയുമായിരുന്നു. നമുക്കൊപ്പം വാർഡ് മെമ്പറുണ്ട്. ചേട്ടാ, ഈ എങ്ങനെയാണ് ഇന്നലെ രാത്രി വീണ്ടും ഒരു ആശങ്കയുടെ ഇതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇന്നലെ രാത്രി ഈ വീണ്ടും, അതായത് ഈ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതിന് ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഇന്നലെ രാത്രിയിലും ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതും ഈ ആടുകൃഷി ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്, ഒരു ചെറിയ കുടുംബമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ ഈ കൃഷി ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 10 ദിവസത്തിനുള്ളിൽ 5 ആടുകളെ കൊന്നൊടുക്കി. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കൃഷിക്കാര്, ഈ ആട് വളർത്തി ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആടിന് കൊടുക്കുന്ന ആ ധനസഹായത്തോടൊപ്പം തന്നെ ആടിനെയും കൂടെ കൊടുത്ത് ആളുകളെ സഹായിക്കാനുള്ള സംവിധാനം സർക്കാരിൽ നിന്നുണ്ടാകണം. അപ്പം ഈ അവസരത്തിൽ ഈ കൃഷിക്കാരനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു കാരണവശാലും ഉണ്ടാകരുത്. കടുവയുടെ ആക്രമണം നമുക്കറിയാം. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ആടിനെ കൊല്ലുമ്പോൾ ആളുകൾ വളരെ ഭീതിയിലാണ്. അപ്പൊ ഈ അവസരത്തിൽ സർക്കാർ ഇടപെടണം. സർക്കാർ ഇടപെട്ട് ഇതിനെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകണം. മയക്കുവെടി വെക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കൂട്ടിൽ കയറുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ കടുവ എവിടെയോ ക്ഷീണിതനായി കിടക്കുകയാണ്. രാത്രി കാലങ്ങളിലാണ് ഇതിന്റെ സഞ്ചാരമുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ കടുവയെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇതൊരു 1.5-2 കിലോമീറ്റർ ചുറ്റളവിൽ മാറുന്നില്ല. ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോഴും ഇതിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് അവിടം വിട്ട് പോകുന്നില്ല. അതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. ശ്രീജിത്താണ്, ഈ കടുവ ഈ ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവ് വിട്ട് പുറത്തേക്ക് പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 13 വയസ്സോളം പ്രായമുള്ള കടുവയാണ്. ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരു കടുവയെന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിന്റെ മുൻകാലുകൾക്ക് ഒരു പരുക്കുണ്ട്. അതുകൊണ്ട് ഒരുപാട് വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്നതിനുള്ള ഒരു സാധ്യതയില്ല. ഡ്രോൺ ക്യാമറ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞതും ഒരു 10-50 മീറ്ററൊക്കെ കഷ്ടിച്ച് ഒറ്റ സ്ട്രെച്ചിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിനുശേഷം കുറച്ച് വിശ്രമിച്ച് അല്ലെങ്കിൽ ആ കാപ്പിത്തോട്ടത്തിലോ മറ്റുമൊക്കെ ഇഞ്ചിത്തോട്ടത്തിലോ മറ്റുമൊക്കെ കിടന്നിട്ടാണ് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഒപ്പം വലിയ മൃഗങ്ങളെ പിടിക്കാനുള്ള ഒരു ഇരപിടി ശേഷി ഇതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാലുകൾക്ക് പരിക്കുണ്ട്. ഒരുപക്ഷെ ഒരു പല്ല് കാണില്ല എന്നൊക്കെയാണ് വനംവകുപ്പിന്റെ നിഗമനം. അതുകൊണ്ട് 2 കാലിൽ നിന്ന് ഈ പശു, കാള, പോത്ത് പോലെയുള്ള കുറച്ചുകൂടി വലിയ മൃഗങ്ങളെ പിടിക്കാൻ അതിന് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന പ്രതിരോധം കുറഞ്ഞ വലിയ ഒരു റെസിസ്റ്റൻസ് കാണിക്കാത്ത ആടുകളെ മാത്രം തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ ആ ഇരപിടിയൽ ശേഷിയെക്കുറിച്ച് ഈ കടുവയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ആടുകളെ തിരഞ്ഞെടുക്കുന്നത്. ആടുകൾ പലപ്പോഴും കൂട്ടിൽ കെട്ടിയിട്ട നിലയിൽ കൂടിയാണ്. അതുകൊണ്ട് കടുവ പിടിക്കാൻ വന്നാലും ആടുകൾക്ക് അവിടുന്ന് ഓടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും കൗതുകരമായ സാഹചര്യം, ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ പിടിച്ച ആടുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ഭാഗികമായെങ്കിലും ഈ കടുവയ്ക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആടുകളൊക്കെ ആടുകളുടെ ശബ്ദം കൂട്ടിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും വീട്ടുടമകൾ എഴുന്നേൽക്കുകയും പെട്ടെന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ കടുവ വേഗം അടുത്തുള്ള കാട്ടിലേക്ക് മറയും. അതുകൊണ്ട്
വിശന്ന് വലഞ്ഞ അവസ്ഥയിലാണ് ഈ കടുവ എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഈ ആടുകളെ തെരഞ്ഞുള്ള യാത്രയാണ്. ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ആടുകളെ തെരഞ്ഞു നടക്കും. ഇതിനുശേഷം രാവിലെ പലപ്പോഴും ഇഞ്ചിത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലുമൊക്കെ മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി മുഴുവൻ നമ്മളടക്കം ഈ വനംവകുപ്പിന്റെ RRT സംഘവുമൊക്കെ ഉറങ്ങാതെ തന്നെ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ ഏറ്റവും ഒടുവിൽ ആ കടുവ ആടിനെ പിടിച്ച ചന്ദ്രന്റെ വീട്ടിലാണ് RRT സംഘം. ഡോക്ടർ അരുൺ സക്കറിയെ പോലുള്ള ആളുകൾ ഈ വീടിനുള്ളിൽ ഏത് നിമിഷവും മയക്കടി വെക്കാൻ സജ്ജരായി നിൽക്കുന്ന ഒരു കാഴ്ച. ഒരു തരി പോലും ഉറങ്ങാതെയാണ് അവർ ഈ മയക്കടി വെക്കാൻ കാത്തിരിക്കുന്നത്. ഒപ്പം കൂടുകൾ സ്ഥാപിക്കുക എന്ന ഒരു തീരുമാനത്തിൽ നിന്നും ഇന്ന് അവർ പിന്നോട്ട് പോയി. കാരണം ഓരോ ഇടങ്ങളിലും കടുവ ആടിനെ പിടിക്കുമ്പോൾ അവിടെയൊക്കെ കൂടുകൾ സ്ഥാപിച്ചു പോരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കൂടുകൾ സ്ഥാപിക്കുക എന്നത് ഒരു വലിയ പരിഹാരമായി ഇപ്പോൾ അവർ കാണുന്നില്ല. ഒപ്പം ഈ പിടിച്ച ഇടങ്ങളിലെ ആടുകളെ പിടിച്ച ഇടങ്ങളിലേക്ക് വീണ്ടും ഈ കടുവ അതേ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം കാണാനില്ല. ഇന്നലെ ആ ഊട്ടിക്കവലയിൽ ബിജുവിന്റെ വീടിന്റെ അടുത്തേക്ക് 2 തവണ എത്തിയിരുന്നു. പക്ഷേ അപ്പോഴും കൂടിനുള്ളിൽ കയറാൻ ഒരു സാഹചര്യം ഉണ്ടാവാത്ത സാഹചര്യം. എന്തായാലും ഇത്തരം ഒരു സ്ഥിതിഗതിയിൽ വെടിവെക്കുക എന്നത് മാത്രമാണ് ഒരു പോംവഴിയായി നിൽക്കുന്നത്. ഇന്നലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമൊക്കെ ഉയർന്നു തുടങ്ങിയിരുന്നു. തീർച്ചയായും ജോലിക്ക് പോകാൻ കഴിയാത്തൊരു ചേട്ടാ, നമുക്കിത് കട്ടൻ ചായ ഒക്കെ ആയിട്ട് വന്നൊരു ചേട്ടനാണ് രാവിലെ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഉറങ്ങാൻ കഴിയാത്ത തരം? നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പേടിയൊന്നുമില്ല. അങ്ങ് എന്ത് പേടിക്കാൻ പാലടച്ചവർക്ക് പേടിക്കാൻ എന്തായിരിക്കുന്നു? പേടിക്കാനൊന്നുമില്ല. ആട് കൃഷിയുണ്ടോ? ആടൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. 2-3 പൂച്ചയുണ്ടാകും ആവശ്യമുള്ളൂ. ഈ ആടിനെ മാത്രമാണ് ഇത് പിടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അതിപ്പോ അതിന്റെ കിട്ടുന്നതിനല്ലേ പിടിക്കുക. വേറെള്ളതിനൊന്നും പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവൂല, അതുകൊണ്ട് പിടിക്കുന്നുണ്ടാവൂല. ചേട്ടൻ അങ്ങനെ വലിയ ഭയമില്ല? എന്ത് ഭയം? ഒക്കെ ചേട്ടൻ വളരെ കൂളാണ്. കാരണം എന്ത് പേടിക്കാനാണ്, പൂച്ച മാത്രമേ ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്? ഇത് എത്രയും പെട്ടെന്ന് പിടികൂടണം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ 5ാമത്തെ ആടിനെയാണ് ഇപ്പൊ പിടിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ എല്ലാം ഏകദേശം 1.5 കിലോമീറ്റർ സറൗണ്ടിങ്സിലാണ് ഇപ്പൊ പിടിച്ചാക്കണത്. അപ്പോ ഇവിടെ ഉള്ളത് ക്ഷീര കർഷകരാണ്. അപ്പൊ അവർക്ക് ആശങ്കയിലാണ്. പിന്നെ എന്റെ ചേട്ടൻപുള്ളി പാലൽക്കുന്ന ആളാണ്. ചേട്ടൻപുള്ളിനെ കൊണ്ടുവിടാൻ വേണ്ടി പക്ഷെ നമുക്ക് പേടിയായതുകൊണ്ട് മുമ്പിൽ വന്നാണ്. കാരണം അകമ്പടിയായിട്ട് വന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരാശങ്ക, ചേട്ടൻപുള്ളിക്കില്ല, പക്ഷെ നമുക്കൊരു പേടി, അതുകൊണ്ട് വന്നാണ്. അങ്ങനെയാണ്. ഈ കൃഷി ഉണ്ടോ? വീട്ടിൽ ആടുണ്ടോ? ആടുണ്ട്. ഇപ്പൊ ആടിനെ മാത്രമേ പിടിക്കുന്നുള്ളൂ. ആടുന്നാണ് മട്ടൺ മാത്രമേ കഴിക്കുള്ളൂ. നാട്ടുകാരങ്ങനെ ഇപ്പൊ വിളിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. പേടിയുണ്ടോ? അതോ പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭീകരജീവിയല്ലേ, എന്നെ പേടിക്കാതിരിക്കാൻ പറ്റിയല്ല. ഈ സാധനത്തിന് എത്രയും വേഗം വെളിയിച്ച് വന്നു കളയണമെന്നാണ്. മയക്കുവെടി പോരാ. മയക്കുഴി വെച്ചിട്ട് എന്താ കാര്യം? മയക്കുഴി വെച്ചാൽ ഇവര് ഇതിനെ അടുത്ത സ്ഥലത്ത് കൊണ്ട് തുറന്നു വിടും. അതിന് ഭേദം ഇതിങ്ങനെ ശല്യമാണെങ്കിൽ ഇതിനെ ഒഴിവാക്കണം. അങ്ങനെ നിരന്തര ശല്യമുള്ളൊരു സാധനത്തിനെ ഒഴിവാക്കണം. ശ്രീജ, ഇത്തരമൊരു നിലപാടിലേക്ക് നാട്ടുകാർ എത്തുകയാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. വീണ്ടും കൂടുതൽ സ്ഥാപിക്കുക എന്റെ ഒരു സംശയം, ഇത് നടക്കാത്ത നല്ലവണ്ണം ജനവാസമുള്ള ഒരു മേഖലയാണ്. 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളതെന്ന് പറയുന്നു. കാപ്പിത്തോട്ടമുണ്ട്, ഇഞ്ചിത്തോട്ടമുണ്ട്. അങ്ങനെ പകൽ സമയത്ത് കാണാത്ത വിധം ഒരു ഡെൻസായ ഒരു പ്രദേശമാണോ? അതായത് കടുവയുടെ ഒരു സാന്നിധ്യം ഇത്ര ചെറിയൊരു ചുറ്റളവിലാണെങ്കിൽ ഏത് തെരച്ചിലിനും കടുവ കണ്ണിൽ പെടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശ്രീജ, നമുക്ക് അതിന്റെ ഒരു ഉദാഹരണം കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് സമയം തന്നെ ഇതൊരു കൃഷിയിടമാണ്. നമുക്ക് ഈ പപ്പായ കാണാം, തെങ്ങ് കാണാം, അതിന്റെ ഉള്ളിൽ കാപ്പി കാണാം. ഇങ്ങനെ ഒരു കുറ്റിക്കാട് പോലെ കിടക്കുന്ന സാഹചര്യം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഈ RRT സംഘം ഈ കടുവയെ കാണുന്നതെങ്കിൽ പോലും വെടിവെക്കാൻ പര്യാപ്തമായൊരു സാഹചര്യമില്ല. കാരണം ഇലച്ചാർത്തുകളാണ്. ഇതിനിടയിലൂടെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ആ മയക്കുവെടി എത്തിക്കാൻ കഴിയാത്തതാണ്. ഇന്നലെയൊക്കെ പലവട്ടം ഈ RRT സംഘവും കടുവയും തമ്മിലുള്ള ദൂരം ഏതാണ്ട് 50 മീറ്ററിൽ എത്തിയ പല തവണയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും പൂർണ്ണമായും അത്തരത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അവർക്ക് വെടിയുതിർക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് തൂവൽ പോലെയുള്ള ഒരുതരം വെടി എന്ന് പറയുമ്പോഴും അത്തരത്തിലൊരു ഇഞ്ചക്ഷൻ പോലെ, ഒരു കുത്തിവയ്പ് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പം പൂർണ്ണമായും ആ ലക്ഷ്യത്തിലേക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. മറിച്ച് ഈ പിഴയ്ക്കുന്ന ലക്ഷ്യങ്ങൾ വന്നാൽ ഈ കടുവയുടെ ഭാഗത്തു നിന്നും
പ്രകോപനം ഉണ്ടാകുന്നതിനോ മറുവശത്തുള്ള വനംവകുപ്പ് സംഘത്തിന് നേരെ തിരിയുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയാണ് പലയിടങ്ങളിൽ നിൽക്കുന്നത്. ഇത് താരതമ്യേന റോഡിനോട് ചേർന്ന ഒരു ജനവാസ കേന്ദ്രമാണ്. അവിടെ പക്ഷേ ഇത്രയും ഉണ്ടെങ്കിലും അകത്തേക്ക് പോകും തോറും കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കട്ടിക്കാണ് ഈ ചെടികളും മറ്റുമൊക്കെ വളർന്നു നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഇടത്താണെങ്കിൽ പോലും വെടിവെക്കാൻ പറ്റില്ല. കാരണം ഈ നിൽക്കുന്ന ദൃശ്യപരിധിക്കിപ്പുറത്തേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ക്യാമറ നിൽക്കുന്ന ആ സ്ഥലവും ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലവുമാണെങ്കിൽ പോലും RRT സംഘത്തിന് ഒരുപക്ഷെ അവരെ കാണാൻ കഴിയുമെങ്കിൽ പോലും വെടിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതും വെടിവെക്കുമ്പോൾ അതിന്റെ കൃത്യം ഭാഗത്ത് പിൻവശത്ത് കൊള്ളണം എങ്കിൽ മാത്രമേ അത് കൃത്യമായി വെടിവെക്കാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതാണ് പ്രായോഗികമായി ഒരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. കൃത്യമായി നേരിട്ട വഴിയിൽ, അതായത് ഇപ്പം ഒരു ചതുപ്പ് നിലം അല്ലെങ്കിൽ ഒരു പാടത്ത് അല്ലെങ്കിൽ ഒരു റോഡ്, ഇത്തരമുള്ള ഇടങ്ങളിൽ വന്നാൽ ഈ RRT സംഘവും അല്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കുന്ന സംഘവും കടുവയും ഒരു നേരിട്ടുള്ള ദൃശ്യപരിധിയിലേക്ക് എത്തുമ്പോഴാണ് വെടിവെക്കാൻ കഴിയുക. ഇന്നലെയൊക്കെ ഒരുപാട് തവണ ഈ കടുവയും RRT സംഘവും നേരിട്ട് കണ്ടു. അവരുടെ ഡ്രോൺ ക്യാമറയിൽ ഒരുപാട് തവണ പതിയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ വെടിവെപ്പ് പ്രായോഗികമായി മാറാഞ്ഞത് ഇത്തരമുള്ള പ്രതികൂല ഘടകങ്ങൾ കാരണമാണ്. എന്തായാലും ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ ഈ 11:30 ചന്ദ്രന്റെ വീട്ടിലെ ആടിനെ ആക്രമിച്ച ശേഷം പിന്നീട് ഈ കടുവയുടെ ഒരു സാന്നിധ്യം കൃത്യമായി കിട്ടുന്നില്ല. തെർമൽ സ്കാനറിലും അവിടെയും കൃത്യമായി ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും അത് ലഭ്യമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വല്ല കൊല്ലി ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ പാറക്കെട്ടുകൾക്കിടയിലോ അല്ലെങ്കിൽ വലിയ കാടുകൾക്കുള്ളിലോ ഒക്കെ ഒരുപക്ഷെ മറഞ്ഞിരിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാത്രിയിലാണ് കൂടുതലായും ഇതിന്റെ ഒരു സഞ്ചാര പദം എന്ന്, അല്ലെങ്കിൽ കൂടുതലായി യാത്ര ചെയ്യുന്നത് രാത്രി സമയത്താണ് എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. പകൽ കുറച്ചുകൂടി ഒതുങ്ങിയ അല്ലെങ്കിൽ കുറച്ചുകൂടി പതുങ്ങിയൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ളൊരു സഞ്ചാരപഥമാണ്. എന്തായാലും കാര്യങ്ങൾ വ്യക്തമായി ഇപ്പോൾ അനീഷ് വിശദീകരിച്ചപ്പോൾ അത് മനസ്സിലായി എന്താണ് വനംവകുപ്പ് സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി എന്ന് കൃത്യമായി മനസ്സിലായി. ഈ ഭാഗത്ത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്, 5ാമത്തെ ദിവസവും തുടർച്ചയായി ഇങ്ങനെ കടുവയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നു. ആ കടുവ ഈ ആടുകളെയൊക്കെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ ആടുകളുടെ പാൽ വിറ്റൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ആ ഭാഗത്ത് കൂടുതലുള്ളത്. തുടർച്ചയായി 5ാം ദിവസവും ഈ കടുവ ആടിനെ കൊന്നതോടെ നാട്ടുകാർ ഇന്നലെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇന്നലെ ആടിനെ പിടിച്ച സ്ഥലത്താണ് ഇപ്പോൾ RRT സംഘമുള്ളത്. വരും മണിക്കൂറുകളിൽ എങ്ങനെയാണ് RRT സംഘത്തിന് ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ എന്നതൊക്കെ നമുക്ക് കാണാം. തുപ്ര ഭാഗത്താണ് ഇന്നലെ ഒരാടിനെ കൂടി പിടിച്ചത്. ചന്ദ്രൻ എന്ന ആളുടെ വീട്ടിലെ ആടിനെയാണ് ഇന്നലെ കടുവ പിടികൂടിയത്. MS അനീഷ് കുമാറാണ് വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവാം. വേനൽ അടുത്തതോടെ കടുത്ത ആശങ്കയിലാണ് ഇടുക്കിയിലെ കർഷകർ. നമ്മൾ ഓരോ ഇടത്തും കർഷകർക്ക് ഓരോ ആശങ്കയാണ്. ഇപ്പോൾ വയനാട്ടിലെ ക്ഷീര കർഷകരെ സംബന്ധിച്ച് കടുവയാണെങ്കിൽ ഇടുക്കിയിലെ ഏലം കർഷകർക്ക് വലിയ വെല്ലുവിളിയാവുന്നത് ആവശ്യത്തിന് മഴ ലഭിക്കാത്തതും ചൂട് കൂടുന്നതുമൊക്കെയാണ്. കൃഷിയെ ഇത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത്. നവംബർ 15 മുതൽ ഇതുവരെ വളരെ കുറവ് മഴ മാത്രമാണ് ഏലം കൃഷി ചെയ്യുന്ന മേഖലകളിൽ ലഭിച്ചത്. 8 സെന്റിമീറ്റർ മഴ. ലോ റേഞ്ചിലുൾപ്പെടെ ഇതിന്റെ ഇരട്ടി മഴ ലഭിച്ചപ്പോഴാണ് ഹൈറേഞ്ചിലെ മഴക്കണക്ക് കർഷകരെ ആശങ്കയിലാക്കുന്നത്. മഴ കുറഞ്ഞതിനാൽ കഴിഞ്ഞ വർഷം ഹൈറേഞ്ചിൽ നിരവധി കുഴൽക്കിണറുകളിൽ വെള്ളം വറ്റിയിരുന്നു. ഉപരിതല ജലസ്രോതസ്സുകളും വറ്റിയതോടെ ഏലച്ചെടികൾക്ക് നനയൊരുക്കാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. സർക്കാർ തലത്തിൽ നമുക്ക് തോട് അതുപോലെ കുളങ്ങൾ ഒക്കെ നമുക്ക് നിർമ്മിച്ച് സബ്സിഡി നിരക്കിൽ കിട്ടുവാണെങ്കിൽ, അതുപോലെ അതിന് വേണ്ടുന്ന കറണ്ട് സബ്സിഡി നിരക്കിൽ കർഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ കർഷകർ ജലസേചന പദ്ധതികൾ ചെയ്തുകൊണ്ട് ഏലം നിലനിർത്താൻ നമുക്ക് സാധിക്കും. 2024 ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 17,944 ഏലം കർഷകർക്കാണ് കൃഷിനാശമുണ്ടായത്. 4,368 ഹെക്ടറിൽ ഏലം നശിച്ചു. 10,93,00,000 രൂപയുടെ കാർഷിക നാശനഷ്ടവും ഉണ്ടായി. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വർക്കലയിൽ ചെമ്മരുതിയിൽ കിണർ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് നാട്ടുകാർ. ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ 30ഓളം വീടുകളിലെ കിണർവെള്ളത്തിലാണ് രാസവസ്തു സാന്നിധ്യം. അസഹ്യമായ ദുർഗന്ധവും രുചിവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധനയ്ക്കയച്ചു. നവംബർ 6-നാണ് പബ്ലിക് ഹെൽത്ത് ലാബിൽ വെള്ളം പരിശോധിച്ചത്. വെള്ളത്തിൽ
ആസിഡിന്റെ അംശം കൂടുതലാണെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തിൽ മാസ് പെറ്റീഷൻ നൽകി. നടപടി വൈകുകയാണ്. പഞ്ചായത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നൊരു ലെറ്റർ അയച്ചിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക്. ഈ വെള്ളം ഉപയോഗശൂന്യമാണ്, ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുത്, ഇതിന് എത്രയും പെട്ടെന്ന് ആൾട്ടർനേറ്റ് വാട്ടർ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നു. കോപ്പി ഞാൻ കാണിക്കാം. അപ്പോൾ ആൾട്ടർനേറ്റ് വാട്ടർ അറേഞ്ച്മെൻറ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചകളാവുന്നു. ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനവും പഞ്ചായത്ത് ഒരുക്കിയിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം. ഇതോടെ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. സമീപത്തെ സ്വകാര്യ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നാണ് രാസവസ്തുക്കൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് ഉറപ്പും പാഴ്വാക്കായി. ന്യൂസ് 18 വർക്കല. ഒരു മരണവും സമാധിയുമൊക്കെ വലിയ വാർത്തയാവുന്ന ഒരു സമയത്ത് മറ്റൊരു കൗതുകകരമായ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് പുതുജീവൻ. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ അറ്റൻഡറാണ് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലായിരുന്നു സംഭവം. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ പവിത്രൻ കയ്യിൽ പിടിച്ചെന്നാണ് ആശുപത്രിയിലെ അറ്റൻഡർ പറയുന്നത്. ഒരു 11:30 ആ ടൈമിലാണ് ബോഡി കൊണ്ട് വന്നത്. അപ്പോൾ ബോഡി കൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ജീവിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഇതും നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കി എന്താ പറയുക അതിന് ശേഷമാണ് കേസ് വെക്കണം എല്ലാം ചെയ്യുക. അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംബുലൻസ് തുറന്നു. ബാക്കി ഫോർമാറ്റ് ബുക്ക് അതിൻ്റെതായിട്ടൊരു എഡ്ജറുണ്ട് അല്ലെ ഇത് അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റും. ആ സമയത്ത് ആംബുലൻസ് തുറന്ന സമയത്ത് എന്തോ ഒരു കൈ ഒരു അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി. അപ്പോൾ അതിൻ്റെ കൂടെ ഇലക്ട്രീഷ്യൻ മോർച്ചറി ഓപ്പൺ ആക്കുന്ന ഇലക്ട്രീഷ്യൻ അനുഭവട്ടനാണ്. അപ്പോൾ ഓരോട് ഞാൻ അനുഭവ ചെറിയൊരു അനക്കം പോലെ അനക്കം തോന്നിയെന്ന് പറഞ്ഞു. നമ്മളൊരു എന്താ പറയുക കേട്ട ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ തൊട്ടേക്കുമ്പോൾ ചെറിയൊരു പൾസ് പോലെ. ഉടൻ തന്നെ അറ്റൻഡർ ഡോക്ടർമാരെ വിവരമറിയിച്ചു. പിന്നീട് ICUവിലേക്ക് മാറ്റി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി മംഗലാപുരത്തെ ഹെഗ്ഡെ ആശുപത്രിയിലായിരുന്നു കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രൻ. ഇന്നലെ രാത്രിയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ പവിത്രന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലാത്തതിനാൽ വെന്റിലേറ്റർ നീക്കാൻ ബന്ധുക്കളും ഡോക്ടർമാരും തീരുമാനിച്ചു. തുടർന്നാണ് ആംബുലൻസിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മോർച്ചറിയിൽ സൂക്ഷിക്കാനായാണ് AKG ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാദേശിക ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തിയതിനാലാണ് മോർച്ചറി സൗകര്യം ഒരുക്കി നൽകിയതെന്നാണ് AKG ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പവിത്രൻ മരിച്ചെന്ന് ദിനപത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. പട്ടാമ്പി ഉപജില്ലാ കലോത്സവ മത്സരഫലത്തിൽ നടന്ന അട്ടിമറിയിൽ ഗുരുതര ആരോപണങ്ങളുമായി CPMന്റെ പ്രതിഷേധം. സ്കൂൾ കേന്ദ്രീകരിച്ചൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്നാണ് ആക്ഷേപം. ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ളവ സ്കൂളിൽ നിന്ന് ചോർന്നതായി സംശയിക്കുന്നുവെന്നും CPM ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്കൂളിന് മുന്നിൽ CPM പ്രതിഷേധ സമരവും നടത്തി. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ മത്സരഫല അട്ടിമറിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മത്സരത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ KPSTA ഗൂഢാലോചനയാണ് അട്ടിമറിക്ക് പിന്നിലെന്ന് CPM ആരോപിക്കുന്നു. എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുമ്പിലേക്ക് പ്രകടനവുമായാണ് പ്രവർത്തകർ എത്തിയത്. അട്ടിമറി സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. സ്കൂളിൽ നിന്നും ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ളവ ചോർന്നതായുള്ള ഗുരുതര ആരോപണങ്ങളും CPM ഉന്നയിച്ചു. ഈ സർക്കാരിനെ അവമാനപ്പെടുത്താൻ ഈ കോൺഗ്രസ് അനുകൂല സംഘടന ശ്രമിച്ചിട്ടുണ്ടോ? ഈ സ്കൂളിന് ഈ ട്രോഫി കിട്ടുന്നതിന് ഈ സ്കൂൾ അധ്യാപകർ മാത്രമല്ലല്ലോ ആ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ളത്. ആരെല്ലാം സാമ്പത്തികമായ അഴിമതി നടത്തിയിട്ടുണ്ട്? ഇതിനകത്ത് സാമ്പത്തിക പ്രശ്നമുണ്ടോ? പണത്തിന്റെ ഏർപ്പാട് നടന്നിട്ടുണ്ടോ? ലക്ഷങ്ങളുടെ തിരിമറി നടന്നിട്ടുണ്ടോ? അതും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്കൂളിനെ അവമാനിച്ച, ഗവൺമെന്റിനെ അവമാനിച്ച എന്തൊക്കെയോ തിരിമറികൾ നടത്തിയ ഒരു ഗൂഢസംഘം, ആ ഗൂഢസംഘമാണ് ഈ നാടിന്, ഈ സ്കൂളിന് നാണക്കേടുണ്ടാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി.
വാഹനത്തിനുള്ളിൽ വിഷവാതകം ശ്വസിച്ചുണ്ടാവുന്ന മരണങ്ങളെക്കുറിച്ച് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. ഈ അടുത്ത ഒരു കാരവനിൽ 2 പേർ മരിച്ച സംഭവം നമുക്കറിയാം. എന്നാൽ ഇത്തരം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരു പുതിയ സംവിധാനം ഉണ്ടെങ്കിലോ? കണ്ടുനോക്കാം. വ്യത്യസ്തമായ ആശയമാണ് വിഷ്ണുറാമിനെയും മുഹമ്മദ് ആതിഫിനെയും കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. സേഫ്റ്റി വെഹിക്കിൾ എന്ന പേരിലാണ് പുതിയ യന്ത്രം വികസിപ്പിച്ചിട്ടുള്ളത്. ഈ സംവിധാനത്തിലൂടെ കാറിനുള്ളിലെ വാതകച്ചോർച്ചയും തീപിടുത്തവും നിയന്ത്രിക്കാനാകുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തിയാണ് പ്രവർത്തനം. വാഹനത്തിന് എന്ത് സംഭവിച്ചാലും ആരുടെ മൊബൈലുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് ആ മൊബൈലിലേക്ക് സന്ദേശമെത്തും. ഡ്രൈവർ സീറ്റിൽ നിന്ന് അബദ്ധത്തിൽ പുറത്തേക്ക് വീണുപോയാലും വാഹനം മുന്നോട്ട് പോകില്ല. കാറിനുള്ളിൽ 3 സർക്യൂട്ടുകളിലായി പ്രവർത്തിക്കുന്ന സെൻസറിലൂടെ അപകടം ഒഴിവാക്കാം. അടുത്ത് കുറച്ച് ന്യൂസുകളിൽ കേട്ട് ഗ്യാസ് ലീക്കായിട്ട് ആൾക്കാർ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് എമർജൻസി വിൻഡോ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് നമ്മളിപ്പോൾ ഇതിൽ ലൈറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാറിൻ്റെ ഉള്ളിൽ അടച്ചിടുന്ന ടൈമിൽ കാറിൻ്റെ ഉള്ളിൽ വല്ല ഹാംഫുൾ ഗ്യാസസ് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ തന്നെത്താനെ വിൻഡോ താഴെ നമ്മൾ ലൈറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ലൈറ്റർ വെച്ചിട്ട് ഗ്യാസ് ഫ്യൂം ചെയ്യുന്ന ടൈമിൽ തന്നെത്താനെ വിൻഡോ താഴെ. ടെക്നിക്കൽ സ്കൂൾ ഫെസ്റ്റിവലിലെ വർക്കിംഗ് മോഡലിൽ ഇവർ 1ാം സ്ഥാനം നേടി. കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് പി വിഷ്ണുറാമും മുഹമ്മദ് ആതിഫും. ന്യൂസ് 18 തിരൂർ. ഒരുപാട് പേരെത്തുന്ന സ്ഥലമാണ് ഗുരുവായൂർ. അവിടെ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ ഒരു പാർക്കിംഗ് കേന്ദ്രമുണ്ട്. ആ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി സംവിധാനം ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാവുന്നു. കേന്ദ്രത്തിന് പുറത്തായി നിർമ്മിച്ച താൽക്കാലിക ശുചിമുറിയിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതും പരിസരവാസികൾക്കും തീർത്ഥാടകർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗുരുവായൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഇതിനുള്ളിൽ ശുചിമുറി നിർമ്മിച്ചില്ല. 10 ശുചിമുറികൾ ഇതിനോട് ചേർന്ന് പുറത്തായി നിർമ്മിച്ചു. ഇതാണ് ഭക്തർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകുന്നത്. ഇവിടെ നിന്നുള്ള മലിനജലം പുറത്തേക്കൊഴുകുന്നതാണ് ദുരിതം. രൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. 4-5 ദിവസമായിട്ട് ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടും ഗുരുവായൂർ ദേവസ്വത്തിലും ഗുരുവായൂർ നഗരസഭയിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്ത് കുറെ ആൾക്കാർ താമസിക്കുന്ന, കുറെ പ്രായമായവരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് മൂക്ക് പൊട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പോലും വയ്യ, അസുഖങ്ങൾ വരുന്നു. അവരുടെ കിണറിലേക്കാണ് ഈ അടി കൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകിപ്പോണത്. ദിനംപ്രതി 100 കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. ആയുർവേദ ചികിത്സാ രംഗത്ത് പ്രശസ്തി ആർജിച്ച ഡോക്ടർ ഹുറൈർ കുട്ടിയുടെ 2ാം അനുസ്മരണ സമ്മേളനം കൂടല്ലൂരിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ ലോഗോ പ്രകാശനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA VT ബൽറാം ലോഗോ പ്രകാശനം നിർവഹിച്ചു. കോതമംഗലം കാരക്കുന്നം വിശുദ്ധ മാർത്ത മറിയം യാക്കോബായ കത്തീഡ്രലിന്റെ 725ാം ശിലാസ്ഥാപന ചടങ്ങും കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും നടന്നു. അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ബേസിൽ N. ബേബി നറുക്കിയിൽ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറിയ ഒഡീഷ കല ഗോട്ടിപ്പൂവ നൃത്തം ശ്രദ്ധേയമായി. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വേറിട്ട കലാപരിപാടി. രഘുരാജ്പൂർ ഹെറിറ്റേജ് വില്ലേജ് നൃത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവതരണം. തുണിസഞ്ചി കാലത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണ് തൃത്താല. ഇതിന്റെ ഭാഗമായി കപ്പൂരിൽ കുടുംബശ്രീ നിർമ്മിച്ച തുണിസഞ്ചികൾ വിതരണം ചെയ്തു. വ്യാപാരികൾക്ക് മാലിന്യ സംസ്കരണ ബിന്നുകളും നൽകി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, നാടിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് തൃത്താലയിൽ തുണിസഞ്ചി ഉപയോഗം വ്യാപിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കപൂർ പഞ്ചായത്ത് പാറക്കുളം 2ാം വാർഡിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തുണിസഞ്ചി നിർമ്മാണവും വിതരണവും നടത്തി. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി വ്യാപാരികൾക്ക് മാലിന്യ സംസ്കരണ ബിന്നുകളും വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി മന്ത്രി പറഞ്ഞു. പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്ലാസ്റ്റിക്കിന് സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോവാൻ
അപ്പോൾ ഇനി പ്ലാസ്റ്റിക്കേ ഉപയോഗിക്കൂ എന്ന് വാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കാശ് മുടക്കിയാലേ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള സ്ഥിതി വരും. അപ്പോൾ പിന്നെ ആരും അതിന് മെനക്കെടില്ലല്ലോ. വെള്ളക്കുപ്പി ഇപ്പം വഴി നീളെ കാണാം, കുപ്പി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പല ബോധവൽക്കരണവും നടത്തി നോക്കി, ഒരു മാറ്റവും കാണുന്നില്ല. പിന്നെ എന്തേ പറ്റൂ? ഇനി കുപ്പിക്ക് വാങ്ങാൻ പറ്റാത്തൊരു വില വന്നാൽ പിന്നെ വാങ്ങില്ല. ഇത് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ ഇത് കാണിക്കുന്നത്. ചടങ്ങിൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ആദരിച്ചു. അക്ഷരജാലകം പുരസ്കാരം നേടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിലിനും ആദരവ് നൽകി. തദ്ദേശ സാരഥികൾ, കുടുംബശ്രീ അംഗങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. രാവിലെയിൽ ഈ ദിവസത്തെ ഏറ്റവും ചൂടേറിയ വാർത്തകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുൻപ് നമുക്ക് ഈ ദിവസത്തെ വളരെ പോസിറ്റീവാക്കാൻ, ഈ ദിവസത്തെ പ്രകാശം നിറഞ്ഞതാക്കാൻ ഒരു നല്ല വാക്ക് കേട്ടിട്ട് വരാം.